പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദിനതിരുനാമം ഇന്ന പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് വീണ്ടും ദൈവപാദപീഠത്തിൽ ദൈവവചന കേൾവിക്കായി, ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് ഒരുമിച്ച് വരുവാൻ ദൈവമായ കർത്താവ് തന്ന ഭാഗ്യത്തിനായി കർത്താവിനോട് നന്ദി പറയുന്നു. നമ്മൾ ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി കൂടെ നമുക്ക് ദൈവം തന്നതോർത്ത് അതിനുവേണ്ടി ആയുസ്സും ആരോഗ്യവും നീട്ടി ബലവും ശക്തിയും പകർന്ന് ഇന്ന് ഈ പ്രഭാതം നമുക്ക് കാണുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിന് എല്ലാ മാനവും മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട്, എല്ലാ നന്ദിയും കർത്താവിനെ കരയറ്റിക്കൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് കിടക്കുന്നതിന് ആധാരമായി ഒരു വേദവചനം 2 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1:20. 2 Corinthians chapter 1 verse 20. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഹല്ലേലൂയ. ഈ വാക്കുകൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, കേട്ടിട്ടുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ പശ്ചാത്തലം പറയുമ്പോൾ തന്നെ ആ കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ വില. ഏറ്റവും വലിയ വാഗ്ദത്തം കർത്താവ് നമുക്ക് തരുന്ന നിത്യതയാണ്. യേശു കർത്താവിൻ്റെ 2-ാം വരവാണ്. ഏറ്റവും വലിയ വാഗ്ദത്തം അത് തന്നെയാണ്. നമുക്ക് തരുന്ന നിത്യതയും കർത്താവിൻ്റെ 2-ാം വരവും കർത്താവിനോടൊപ്പം നമ്മളെ ചേർക്കുന്നതും നമ്മൾ ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞ മരണാനന്തര ജീവിതത്തിന്, മോക്ഷം, അതേ മരണത്തിന് ശേഷമുള്ള ജീവിതം ദൈവം നമുക്ക് തരുന്നതും തന്നോട് കൂടി ഇരുത്തുന്നതും. അതേ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. പിന്നെ പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് പരമപ്രധാനമായ വാഗ്ദത്തം. എന്നാൽ ഈ വാഗ്ദത്തത്തിനകത്ത് തന്നെ ഈ ലോകത്തിലെ ചിന്താഗതികൾ, ഈ ലോകത്തിലെ ജീവിക്കാനുള്ള ജീവന് ഭക്തിക്കും ആവശ്യമായതും ദൈവം തമ്പുരാൻ തരുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്കകത്ത് ഈ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഒരാൾ ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ, കറക്റ്റ് എനിക്കറിയില്ല, ഏകദേശം 18-20 മണിക്കൂർ വേണ്ടി വരും. ഈ 18 മണിക്കൂർ യാത്ര ചെയ്യുമ്പം ഒരു ഫ്ലൈറ്റിനകത്ത് ചില ആവശ്യങ്ങൾ വരും. ചില ഫുഡ് വേണം, മറ്റാവശ്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഫ്ലൈറ്റ് എവിടെയെങ്കിലും ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അക്കോമഡേഷൻ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ബോർഡിംഗ് പാസ് അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിനകത്ത് അറിയാം, ഫ്ലൈറ്റ് ഒക്കെ മിക്കവാറും ക്യാൻസൽ ആകുന്നു, പോകുന്ന ഫ്ലൈറ്റുകൾ അവിടെ ഇവിടേക്ക് ക്യാൻസൽ ആകുന്നു. ഇവിടെയൊക്കെ ഒരു കാര്യമുണ്ട്, ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആകുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഈവൻ ഒരു ഫ്ലൈറ്റ് ഇപ്പം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റ് ലണ്ടനിലോ അല്ലെങ്കിൽ മറ്റു ദുബായിലോ എവിടെയെങ്കിലും ഒരു ലെയർ ഉണ്ട്. അവിടെ താമസിക്കുമ്പം ഇൻ കേസ് ഒരു ദിവസം ഫ്ലൈറ്റ് ഡിലേ ആയി ഇനി അത് കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ വന്നാൽ ആ ഫ്ലൈറ്റിന് ടിക്കറ്റ്, ബോർഡിംഗ് പാസ് കൊടുക്കുന്ന അതിൻ്റെ ആ ഫ്ലൈറ്റ് കമ്പനിയുടെ, എയർ കമ്പനിയുടെ ഉത്തരവാദിത്വമാണ് ഈ യാത്രയ്ക്കകത്തുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമൽ യാത്രയിൽ ഫുഡും അക്കോമഡേഷനും സൗകര്യങ്ങളും അതിനകത്ത് വെള്ളമോ ആവശ്യങ്ങളെല്ലാം ഈവൻ ഡോക്ടറോ മെഡിക്കൽ സംവിധാനമോ വരെ പ്രൊവൈഡ് ചെയ്യേണ്ടതായ ആ ബോർഡിംഗ് പാസിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് പറഞ്ഞാൽ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതുപോലെയാണ് ദൈവത്തിന്റെ സ്വർഗീയ ആ യാത്രയിലേക്കുള്ള ഒരു വിശ്വാസിയുടെ വാഗ്ദത്തത്തിന്റെ നിവൃത്തി എന്ന് പറയുന്നത്. ഒരുവൻ യാത്ര ചെയ്യുമ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതാ ലക്ഷ്യസ്ഥാനമാണെങ്കിൽ കൂടി, ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കിട്ടുന്നത് പോലെ ഈ ലോക ജീവിതത്തിൽ വേണ്ടിയതെല്ലാം ദൈവം തരും. അതല്ല നമ്മുടെ ലക്ഷ്യം, ഇതല്ല നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഇവിടെ വേണ്ടിയത് ദൈവം നമുക്ക് തരും. ഇവിടെ നമ്മൾ അനാഥരായി ദൈവം വിടത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കും. ഇവിടെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും, പക്ഷെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ദൈവിക ശക്തി തരും. ഇവിടെ ആവശ്യങ്ങൾ ഉണ്ടാകും, ആവശ്യത്തിന് മീതെ ദൈവത്തിന്റെ എല്ലാം അറിയുന്ന നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കാത്ത വേണ്ടി നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യം ദൈവത്തിന് അറിയാം, നിവർത്തിച്ചു തരും. ദൈവം അതെല്ലാം തക്ക സമയത്ത് നമുക്ക് വേണ്ടി നിവർത്തിച്ചു തരും. അപ്പോൾ തന്നെ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ നമ്മളെ ഗൈഡ് ചെയ്യും. ഈ യാത്രയ്ക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡായി, മെന്ററായി കൂടിരുന്ന് എത്തുന്നത് വരെ, ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് വരെ കൊണ്ടുപോകും. ഒരൊറ്റ വ്യവസ്ഥയുണ്ട്, ഫ്ലൈറ്റിൽ ചില കണ്ടീഷൻസ് ഉണ്ട്, യാത്രയ്ക്കകത്ത് ചില കണ്ടീഷൻസ് ഉണ്ട്. അതിന് ആ ബോർഡിംഗ് പാസിൽ അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്, ആ എയറിൽ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. ആ ലഗേജിനകത്ത് ഇന്ന സാധനങ്ങളെ കാണാവുള്ളൂ, അവർ പറയാത്ത സാധനങ്ങൾ ഉണ്ടാവരുത്, അവർ പറയുന്ന സാധനങ്ങൾ ഉണ്ടാവണം. ഇനി അതിനകത്ത് മര്യാദകൾ പാലിക്കണം, ആ യാത്രയ്ക്കകത്ത് മര്യാദകൾ പാലിക്കണം. ഇന്ന് ഈ യാത്രയ്ക്കകത്ത് അവന്റെ വാക്തത്വങ്ങൾ അവയിൽ എത്രയുണ്ടെങ്കിലും അത് ഉവ്വ് എന്ന് തന്നെ നിശ്ചയം. നിനക്കൊരു വാക്തത്വമുണ്ടോ? ലഭിക്കും. കുഞ്ഞെ, നിനക്ക് വാക്തത്വമുണ്ടോ? ലഭിക്കും. പക്ഷേ ഈ പുസ്തകത്തിന്
വാക്തത്വത്തിനകത്ത് പറയുന്ന നിയമങ്ങളുണ്ട്. കർത്താവിനെ അറിയുക, കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുക, പരിശുദ്ധാത്മാവിന്റെ നായകനായി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറ്റുക. ഇങ്ങനെ കർത്താവ് പറയുന്ന ആ നിയമങ്ങൾ, പുസ്തകത്തിനകത്ത് പറയുന്ന നിയമങ്ങൾ പാലിക്കുന്ന ഒരുവൻ മാത്രമേ ആ വാക്തത്വങ്ങൾക്ക് അവകാശിയാകുകയുള്ളൂ. അബ്രഹാമിന് കൊടുത്ത വാക്തത്വം നമുക്കറിയാം. പക്ഷേ ആ വാക്തത്വങ്ങൾ, അതേ 3 തരത്തിലുള്ള വാക്തത്വങ്ങൾ അബ്രഹാമിന് കൊടുത്തു. സീഡ് സംബന്ധിച്ചൊരു വാക്തത്വം, 2 ലാൻഡ് സംബന്ധിച്ചൊരു വാക്തത്വം, 3 ബ്ലെസ്സിങ് ആൻഡ് കേഴ്സ് അത് സംബന്ധിച്ചൊരു വാക്തത്വം. ഈ 3 വാക്തത്വങ്ങൾ അബ്രഹാം ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചു. വാക്തത്വ സന്തതിയെ ലഭിച്ചു. ആ എടുത്തോട്ട് ഇന്നും നമുക്കറിയാം, അബ്രഹാമിന് ആ പലസ്തീൻ ദേശം, പറഞ്ഞ ദേശം മുഴുവൻ ദൈവം ദാനമായി കൊടുത്തു. അത് മാത്രമല്ല, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ആ ബ്ലെസ്സിങ്ങും ദൈവം കൊടുത്തു. നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആ ബ്ലെസ്സിങ്ങും ദൈവം കൊടുത്തു. പക്ഷേ ഈ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന അബ്രഹാം ഇതെല്ലാം ലഭിച്ചു. എങ്കിലും അവരെല്ലാം ദൂരത്തു നിന്ന് വാക്തത്വത്തെ കണ്ട്, ദൂരത്തു നിന്ന് കണ്ട്, അതേ വാക്തത്വ ദൈവം നമ്മെ കൂടാതെ ദൈവം ആ വാക്തത്വ നിവൃത്തി ഇരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്നും മുന്നൊരുക്കിയിരിക്കുന്നു. മറ്റൊരു 11-ാം അധ്യായത്തിൽ ഇബ്രാഹിം ഇങ്ങനെ പറയുന്നു, എന്നാൽ അബ്രഹാം ഇതെല്ലാം ലഭിച്ചപ്പോഴും ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ അത് അബ്രഹാമിന് അറിയാമായിരുന്നു. അബ്രഹാമിന്റെ വാക്തത്വത്തിന്റെ പൂർത്തീകരണം, ദൈവം താൻ ഇട്ടിരിക്കുന്നതും ആ ദൈവം ശില്പിയായി നിർമ്മിച്ചതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പോ ഇതിനകത്ത് നമുക്കൊരു വാക്തത്വമുണ്ട്. പ്രിയരെ, ഈ വചനം കേൾക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കൊരു വാക്തത്വമുണ്ട്. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട നമുക്കൊരു വാക്തത്വമുണ്ട്. ഈ വാക്തത്വത്തിന് ഇന്ന് ലോകത്തിൽ കാണുന്ന സമ്പത്തും വീടും കെട്ടിടങ്ങളും ഒക്കെയാണ് നമ്മുടെ വാക്തത്വത്തിന്റെ വലിയ കാര്യങ്ങളെങ്കിൽ, ഇന്നൊരു വസ്തുത പറയാം, കർത്താവിനെ അറിയാത്തവർക്കാണ് അതിൽ കൂടുതൽ ലഭിക്കുന്നത്. ഏറ്റവും സമ്പന്നൻ എന്നെ കേൾക്കുന്ന നിങ്ങളല്ല. ഏറ്റവും വലിയ സമ്പന്നൻ ഈ ഇന്ത്യ മഹാരാജ്യത്തെയോ കേരളത്തിലെയോ സമ്പന്നൻ നിങ്ങളല്ല. അത് ചിലപ്പോൾ യേശുവിനെ അറിഞ്ഞവർ പോലും ആയിരിക്കത്തില്ല. ബിസിനസ്സുകാരോ അവർ അങ്ങനെയൊക്കെ ആയിരിക്കും. ലോകത്തിലെ സമ്പന്നൻ നിങ്ങളല്ല. അവരും ചിലപ്പോൾ യേശുവിനെ അറിഞ്ഞവരായിരിക്കത്തില്ല. പക്ഷേ സമ്പത്തോ വീടോ ഇതൊക്കെ ദൈവം തരും. അത് തരില്ല എന്നല്ല. ഈ ബോർഡിംഗ് പാസ്, ഈ ടിക്കറ്റിനകത്ത്, സ്വർഗീയ യാത്രയുടെ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എവിടെ യാത്രയ്ക്ക് വേണ്ടിയത്, ഒരു ദിവസം ലേറ്റ് ആയാൽ അവിടെ വേണ്ടി അക്കോമഡേഷൻ, ഫുഡ്, അതിനുവേണ്ടി ക്രമീകരണങ്ങൾ, അതിനുവേണ്ടി ഗാർഡ്, അതിനുവേണ്ടി സ്വർഗീയ ദൂതന്മാരുടെ സംരക്ഷണം, ഇതെല്ലാം ദൈവം ഇതിനകത്ത് ഇൻക്ലൂഡഡ്. പക്ഷേ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനം മാറിപ്പോകരുത്. ഇന്നത്തെ യാത്രയ്ക്കകത്ത് എന്നെ കേൾക്കുമ്പോൾ കുഞ്ഞെ, നിന്റെ യാത്രയുടെ ലക്ഷ്യം മാറിപ്പോകരുത്. ഇവിടെ ആരെങ്കിലും പറയുന്നതോ പ്രവചിക്കുന്നതോ പ്രസംഗിക്കുന്നതോ കേട്ട് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര മാറ്റി ഇടയ്ക്ക് വെച്ച് ഫ്ലൈറ്റിൽ കിട്ടുന്ന സുഖകരമായ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അത് മതി എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഇടയ്ക്കൊരു അക്കോമഡേഷൻ എവിടെയെങ്കിലും, അതേ ഫ്ലൈറ്റ് ഡിലേ ആയെങ്കിൽ അവിടെ ഇറക്കിയാൽ അവിടെ കിട്ടുന്ന ഹോട്ടലിലെ സുഖമായ അക്കോമഡേഷനോ സുഖമായ സൗകര്യങ്ങൾ, സുഖമായി കൊണ്ടുപോകുന്ന വാഹനവും മറ്റും എനിക്കിത് മതിയെന്ന് പറഞ്ഞാൽ നിന്റെ നിത്യത നഷ്ടപ്പെടും. ഇതല്ല നിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അവന്റെ വാക്തത്വങ്ങൾ അവയിൽ എത്രയുണ്ടെങ്കിലും ഉവ്വ് എന്ന് തന്നെ. അതുകൊണ്ട് വാക്തത്വങ്ങൾക്ക് ആമേൻ പറയുമ്പോൾ തന്നെ ഈ ലോകത്തിലെ വാക്തത്വങ്ങൾ ക്ഷണികവും താൽക്കാലികവുമായതുകൊണ്ട് ഇതെല്ലാം ലഭിക്കും. വാക്തത്വങ്ങൾ നമുക്ക് ലഭിക്കും. തലമുറയ്ക്ക് വേണ്ടിയുള്ള വാക്തത്വങ്ങൾ ലഭിക്കും. ഈ വാക്തത്വം ഉള്ളപ്പോൾ തന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ മറക്കാതെ വാക്തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. അതിനുവേണ്ടി മാത്രം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം, ഒരുങ്ങാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവന്റെ വാക്തത്വങ്ങൾ അവയിൽ എത്രയുണ്ടെങ്കിലും ഉവ്വ് എന്ന് തന്നെ. ഇന്ന് അങ്ങനെ തന്നെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് ഞങ്ങൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തന്ന് ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവൻ ഇരിക്കുന്ന ഇടത്ത് ഞങ്ങളെയും ഇരുത്തും എന്ന് പറഞ്ഞ വാക്തത്വത്തിലേക്ക് ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ജനത്തെ ഈ ലോകയാത്രയിൽ, മരുഭൂമി യാത്രയിൽ വേണ്ടതെല്ലാം തന്ന് നടത്തുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ ലക്ഷ്യം തെറ്റാതിരിക്കുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം. എല്ലാ മാനുമുഖത്തോട് എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ മറക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.